ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനിയൻ വിളിച്ചതിനെ പറ്റി ആലോചിച്ചുകൊണ്ട് രേവതി അവിടെ ഇരുന്ന് ഇങ്ങനെ സങ്കടപ്പെടുകട്ടെ, എങ്ങനെ പോകുമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് നിന്റെ ഐഡിയ സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. ഐഡിയോ? എന്ത് ഐഡിയ? കാറ് വാങ്ങി ഓട്ടം കൊടുക്കാനുള്ള ഐഡിയ നിൻ്റേതായിരുന്നില്ലേ എന്ന് സച്ചി ചോദിച്ചു. ഓ, അപ്പോഴാണ് രേവതിക്കൊന്ന് സമാധാനമായത്. ദാ ഇത് നോക്കിക്കേന്ന് പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ ഇതെവിടെ നിന്നാന്ന് ചോദിച്ചു. ഇത് ഓട്ടത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. വാടകയൊക്കെ കൃത്യമായിട്ട് തരുമല്ലോ അല്ലേ? ഓ, ആളും ഭയങ്കര ഡീസൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ രീതിയിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുറി കെട്ടാൻ പറ്റുമെന്ന് സച്ചി രേവതിയോട് പറയാം. ഈശ്വരനായിട്ടാ നമ്മളെ കൊണ്ട് ഇതൊക്കെ തോന്നിപ്പിച്ചേ എന്ന് രേവതി പറയുമ്പം, കാശേ കയ്യിൽ വെച്ചാൽ അത് ചിലവാകും, അതുകൊണ്ട് നിന്നെ ഏൽപ്പിക്കാനായിട്ട് വന്നതാ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ബായ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സച്ചി അവിടെ നിന്ന് പോകുമ്പം, അതെ സച്ചേട്ടാ എന്ന് പറഞ്ഞ് രേവതി വിളിച്ചു. എന്താ? ഒരു നിമിഷം, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഫംഗ്ഷനോ? ഫംഗ്ഷൻ നടക്കട്ടെ, നല്ലതല്ലേ, സൂപ്പർ അല്ലേ എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഫംഗ്ഷന് വരാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുക കേട്ടോ. ഫംഗ്ഷന് രണ്ടുപേരും ഒന്നിച്ച് വരണമെന്നാണോ പറഞ്ഞത്, അതോ നീ മാത്രം വരണമെന്നാണോ പറഞ്ഞത് എന്നിങ്ങനെ സച്ചി ചോദിക്കുമ്പം, അല്ല രണ്ടുപേരും കൂടി ഒന്നിച്ച് വരണമെന്നാണ് പറഞ്ഞത് എന്ന് സച്ചിയോട് പറയുമ്പം, എന്തിനാ രേവതി നീ എന്നോട് കള്ളം പറയുന്നേ? നിൻ്റെ അനിയനെ എനിക്ക് നന്നായിട്ട് അറിയില്ലേ? ചേച്ചിയുടെ കെട്ടിയവനെ എനിക്ക് ഇഷ്ടമല്ല, അദ്ദേഹം ഇവിടെ വന്ന പ്രശ്നമാകും, അതുകൊണ്ട് ഫംഗ്ഷൻ അദ്ദേഹത്തെ കൂട്ടണ്ട, ചേച്ചി തനിയെ വന്നാൽ മതി എന്നല്ലേ അനിയൻ പറഞ്ഞേ എന്ന് രേവതിയോട് സച്ചി ചോദിക്കുമ്പോൾ രേവതി അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. നിൻ്റെ അമ്മ അങ്ങനെ തന്നെയാണോ പറഞ്ഞതെന്ന് ചോദിച്ചു. അയ്യോ, അമ്മ അങ്ങനെ പറയുമോ? അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം, അപ്പം നിൻ്റെ അനിയൻ പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു. നല്ലതേത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവനാണ് നിൻ്റെ അനിയൻ. അവൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവൻ്റെ കൈ പിടിച്ചോടിച്ചത്. പല വട്ടം ഞാൻ അവനെ ഉപദേശിച്ചതാ, പക്ഷെ അവൻ അതൊന്നും കേട്ടില്ല, അതൊന്നും അനുസരിച്ചില്ല. ഇപ്പോഴും ആ റൗഡികളോട് കൂടി അവൻ ചുറ്റി നടക്കുകയാണെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു. അവനിങ്ങനെ ആവാൻ കാരണം നീ നിൻ്റെ അമ്മയാണെന്നൊക്കെ സച്ചി പറഞ്ഞു. അടിച്ചു വളർത്തണമായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ ഒരു ഓട്ടക്കാരൻ, അവൻ ഇങ്ങനെ അവൻ കാരണം അവൻ്റെ അമ്മയാണെന്ന കാര്യം സച്ചി ഇങ്ങനെ നിന്ന് പറയൂ കേട്ടോ. അതുപോലെ നിൻ്റെ അനിയൻ ഒരു ക്രിമിനലാകാൻ കാരണം നിങ്ങൾ തന്നെയാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാനാ? വീട്ടിലാകെയുള്ള ഒരു ആൺതരി ഇളയ കുട്ടിയും അതിൻ്റെ ലാളനയും സ്നേഹവും ഒക്കെ അവന് കൊടുത്തിരുന്നു എന്ന് പറയുമ്പം, കൊടുക്കണം, എല്ലാം കൊടുക്കണം, പക്ഷെ അത് അധികമായിപ്പോയി, അതാണ് പറ്റിപ്പോയ പ്രശ്നമെന്നും പറഞ്ഞ് ഞാൻ ഫംഗ്ഷന് വരണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നെ വിളിച്ച് പറയുമായിരുന്നു. ഇതിപ്പോൾ പേടിച്ചല്ലേ നീ തന്നെ എന്നോട് പറഞ്ഞത്? ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഞാൻ വരണ്ട എന്ന് അവൻ നിന്നോട് പറഞ്ഞു എന്ന്. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട രേവതി, എനിക്കെല്ലാം മനസ്സിലായി, കൂടുതൽ എൻ്റെ മുന്നിൽ അഭിനയിക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം പോലും അവൻ പറഞ്ഞത് എന്താണെന്ന് നീ പറയുന്നില്ല. അവനെ നല്ലവനാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ നീ? അവൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ നിങ്ങൾ മറച്ചു വെച്ചു, കണ്ടില്ലെന്ന് നടിച്ചു. അതവന് വീണ്ടും തെറ്റ് ചെയ്യുന്നതിന് വളവായി ഇല്ലേന്ന് ചോദിച്ചു. കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നൊരു അടി പൊട്ടിച്ചിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നും സച്ചി രേവതിയോട് പറയുക. ഇപ്പം അവൻ തെറ്റായ വഴിക്കൊന്നും പോകുന്നില്ലല്ലോ. അവൻ ആൻ്റണിയുടെ കൂടെ നടക്കുന്നില്ലേ? ആൻ്റണി അവൻ്റെ കൂടെ നടക്കുന്നേ, അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കെന്നൊക്കെ രേവതി ചോദിക്കുമ്പം, ഇപ്പോഴും നീ അവനെയല്ലേ ന്യായീകരിക്കുന്ന രേവതി? നടന്നു പോകുമ്പോൾ കല്ലിൽ തട്ടി മുറിഞ്ഞാൽ കല്ലിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കുറ്റം നമ്മുടേതാ, ശ്രദ്ധിക്കാത്തത് കൊണ്ട്. നമ്മൾ ശ്രദ്ധിച്ചും നോക്കിയും നടന്നിരുന്നെങ്കിൽ കാല് മുറിയുമായിരുന്നു എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അവനിപ്പോഴും തെറ്റായ വഴിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ലതും ചീത്തയും എന്താണെന്നൊന്നും അവനറിയില്ല, അവന് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാവാനാ? ഒരു ക്രിമിനലിൻ്റെ കള്ളൻ്റെയും ബുദ്ധിയല്ലേ അവനെന്നൊക്കെ ചോദിക്കുമ്പം, കള്ളനോ? മുമ്പ് അവൻ നിങ്ങളുടെ ബൈക്ക് മോഷ്ടിച്ചതിനെ കുറിച്ചാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അവൻ അമ്മയുടെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി നേരത്തേക്കാണേ എന്ന് പറഞ്ഞ് രേവതി നിൽക്കുന്നത്. അമ്മയുടെ എന്താ സച്ചേട്ടാന്ന് ചോദിച്ചു. അതൊന്നുമില്ല, അതൊക്കെ വിട്ടുകളാം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പെട്ടെന്ന് പോകണം, ഒരു ഓട്ടോ ഉണ്ട്. നീ എന്ത് തീരുമാനിച്ചു? അതാദ്യം പറയാൻ സച്ചി രേവതിയോട് പറയാം. എന്ത് തീരുമാനിക്കാൻ? നീ ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ ആകെ ആശങ്കപ്പെട്ട് അവിടെ നിൽക്കുക കേട്ടോ. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആലോചിക്കട്ടെ എന്ന് പറയുമ്പം, കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, നീ ഫംഗ്ഷന് ഇവിടെ നിന്ന് പോവണ്ട. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് രേവതി ചോദിക്കുമ്പം, അവൻ എന്നെക്കാളും വലുത് ആൻ്റണിയാ. പിന്നെ എനിക്ക് അവൻ ബഹുമാനമൊന്നും തരുന്നില്ല. ചേച്ചിയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് അവൻ എന്നെ കാണുന്നതുമില്ല. പിന്നെ എൻ്റെ കാര്യം പോട്ടെ, നിന്നോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നെങ്കിൽ അവൻ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കില്ലായിരുന്നോ? ആ തെമ്മാടിയുടെ കൂടെ തെറ്റായ വഴിയിലൂടെ നടക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. നീ പറയുന്നത് കേൾക്കാത്ത, നിന്നെ അനുസരിക്കാത്ത അവൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നീ പോവണ്ടെന്ന് പറഞ്ഞു. സച്ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും അവൻ എൻ്റെ അനിയനല്ലേ എന്ന് ചോദിക്കുമ്പം, അനിയനൊക്കെ തന്നെ, അനിയനല്ല ഏട്ടനാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? അവൻ ചെയ്ത തെറ്റുകൾ കണ്ടില്ലെന്ന് നടിച്ച് എല്ലാത്തിനും അവൻ്റെ കൂടെ നിന്നാൽ അവൻ എങ്ങനെ മാറുമെന്നും സച്ചി രേവതിയോട് ചോദിക്കും കേട്ടോ. എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ അതിന് പോവണ്ടേ? ഞാൻ പോയില്ലെങ്കിൽ അമ്മയ്ക്കും അവനൊക്കെ വിഷമാവില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം നിനക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ അവൻ ചെയ്ത് കൂട്ടുന്നേ? രേവതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നീ ഫംഗ്ഷന് പോവരുത്. നിന്റെ കഴുത്തിൽ താലി കിട്ടിയവനാണ് ഞാനാ പറയുന്നത്. നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സച്ചി അങ്ങ് പോയി. ഈ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവു അവിടെ നിന്ന് ഈ ശരത്തിൻ്റെ ബർത്ത്ഡേക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുക.
ഇത് കണ്ടോടാ ഞാനെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വലിയ സഹോദര സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിനെ ഇവൻ കളിയാക്കി. അപ്പോഴത്തേക്കും അമ്മ വന്ന് ഇതൊക്കെ കണ്ടു. നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ അമ്മ പറയുമ്പോൾ, അമ്മ ചേച്ചി എന്താ വരാൻ ലേറ്റ് ആവുന്നതെന്ന് ചോദിച്ചു. ഇനി അവിടെ നിന്ന് അങ്ങനെ വിട്ട് കാണത്തില്ലേ എന്നൊക്കെ ചോദിക്കും. മോളെ പെട്ടെന്ന് അങ്ങനെ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റുമോ? അവിടുത്തെ ജോലിയൊക്കെ തീർത്തിട്ട് വേണ്ടേ വരാൻ? അവൾ വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ നിൽക്കുമ്പം ഇനി അമ്മായിമ്മ അവിടെ പിടിച്ചു വെച്ച് കാണുമെന്ന് ദേവ് ചോദിക്കുക. പിടിച്ചു വെച്ചാലും സച്ചി അവളെയും കുട്ടിയും വന്നോളൂ എന്ന് പറയും. അദ്ദേഹം ഈ ഫംഗ്ഷന് വരരുതെന്ന് ഞാൻ പറഞ്ഞാലെന്ന് ശരത്ത് ചോദിക്കും. വന്നാൽ എന്താണ്? അദ്ദേഹം വന്നാൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞു ശരത്ത്. പോവാൻ, ഇത് നിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ എന്ന് ദേവു. അതെ അത് തന്നെയാണെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങളങ്ങ് നടത്തിയാൽ മതി, ഞാനിവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയുന്നത് കേട്ടില്ലേ ദേവു എന്ന് അമ്മ. അവനെ വിട്ടുകളാം, അമ്മ ചേച്ചിയെ വിളിച്ച് വേഗം വരാൻ പറയാനായിട്ട് പറയാണ് ദേവു. അപ്പോഴത്തേക്കും അമ്മ ഫോൺ എടുത്ത് രേവതിയെ വിളിച്ചു. മോളെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ എന്ന് ചോദിച്ചു. അന്നേരം ഇല്ല അമ്മ ഞാൻ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. എന്താ ഇത്രയും നേരമായിട്ട് ഇറങ്ങാത്ത? നീ പെട്ടെന്ന് വന്നേ എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ വിളിക്കും കേട്ടോ. അന്നേരം അമ്മ ഞാൻ വരണോ എന്ന് രേവതി ചോദിച്ചു. എന്തൊരു ചോദ്യമാടി നീ ചോദിക്കുന്നേ? വീടിന് ചുറ്റുമുള്ള കുറച്ച് പേരോടെ പറഞ്ഞിട്ടുള്ളൂ, അവരൊക്കെ ഇപ്പം ഇങ്ങനെ എത്തും, നീ വേഗം ഒന്ന് വരാൻ നോക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എനിക്കിവിടെ കുറച്ച് ജോലികളൊക്കെ തീരാനുണ്ടമ്മേ, കുറച്ച് മാല പെട്ടെന്ന് കൊടുക്കാനും ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് സുധയോ വനജയൊക്കെ ഏൽപ്പിച്ചിട്ട് നീ വേഗം ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ നിർബന്ധിച്ച് രേവതിയെ വിളിക്കുക. അപ്പോൾ സച്ചേട്ടനോട് ഞാൻ വിവരം പറഞ്ഞമ്മേ, ഞാൻ അവൻ്റെ ഫംഗ്ഷന് വരില്ല, നീയും പോകരുതെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് രേവതി അമ്മയോട് പറയാം. നല്ല ദേഷ്യത്തിലാണ് സച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ശരത്തിനോട് അവനുള്ള ദേഷ്യം മാറുന്നില്ലല്ലോ എന്നും ഇവനും അങ്ങനെ തന്നെയാണെന്നും അമ്മ പറയാം കേട്ടോ. മോള് വന്നില്ലെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ നടക്കില്ല എന്നും ഞാൻ ശരത്തിന് ഫോൺ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ ശരത്തിന് ഫോൺ കൊണ്ടേ കൊടുത്തു. ആ സമയത്ത് ശരത്തിനോട് രേവതി കാര്യം പറയാം. കേക്ക് കട്ടിങ്ങിന് ഞാനിവിടെ നിൽക്കില്ല ചേച്ചി വന്നില്ലെങ്കിൽ, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നൊക്കെ പറഞ്ഞ് ശരത്ത് വലിയ ഡയലോഗും. ശരത്ത് നീ പറയുന്നത് കേൾക്കാൻ പറഞ്ഞു രേവതി. അപ്പോൾ ചേച്ചി ഒന്നും പറയണ്ട, പെട്ടെന്ന് വരാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് ശരത്ത് അവിടെ കിടന്ന് ഒച്ച വെച്ചിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഹലോ ശരത്തേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് രേവതി അവിടെ കിടന്ന് ഹലോ വെച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഫോൺ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ശരത്തും അങ്ങ് പോയി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, മുറിയിൽ വിഷമിച്ചിരിക്കുന്നു. അപ്പോഴാണ് വർഷ അങ്ങോട്ടേക്ക് വരുന്നതും രേവതി ഇരിക്കുന്നത് കാണുന്നതും. ചേച്ചി എന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓരോന്ന് ആലോചിച്ച് പോയി ഇങ്ങനെ ഇരുന്നതാണെന്ന് പറഞ്ഞു. എന്താ ചേച്ചിയുടെ മുഖത്തൊരു വിഷമം, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പം എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ഇന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്നും ഇല്ലേന്നൊക്കെ ചോദിക്കുമ്പം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടെന്താ ചേച്ചി പോവാത്തെ? ഒന്നിച്ചു പോവാനായിട്ട് സച്ചേട്ടൻ വരാൻ വെയിറ്റ് ചെയ്യായിരിക്കല്ലേ എന്നൊക്കെ ചോദിച്ചു വർഷ. അന്നേരം അല്ല എന്ന് പറഞ്ഞു. പിന്നെ അത് സച്ചേട്ടൻ എന്നോട് ഫംഗ്ഷന് പോവണ്ടെന്നാണ് പറഞ്ഞതെന്ന് രേവതി പറയാം. സച്ചേട്ടനും ചേച്ചിയുടെ അനിയനും തമ്മിൽ അത്ര രസത്തിലല്ലല്ലോ അല്ലേ രേവതിയും വർഷയും സംസാരിക്കുന്നത്? ചന്ദ്രമതി ഒളിച്ചു നിന്ന് കേൾക്കും അതുവഴി വന്നിട്ടേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചേച്ചിയോട് പോവണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന്. അപ്പോൾ അതേന്ന് പറഞ്ഞു. അങ്ങനെ വർഷ ചേച്ചി ഒന്നും കാര്യമാക്കേണ്ട, സച്ചേട്ടനും അവനുമായിട്ടല്ലേ പ്രശ്നം, അപ്പോൾ സച്ചേട്ടൻ പോവണ്ട, ചേച്ചി പോകുന്നതിന് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു വർഷ ഇങ്ങനെ രേവതിയെ സംസാരിക്കുക. അപ്പോഴത്തേക്കും ചന്ദ്ര അപ്പോൾ അതാണെന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചത്ത് കൈ വെച്ച് ഇവരുടെ രഹസ്യം മുഴുവൻ കേൾക്കുവാണ്. ചേച്ചിയുടെ അനിയൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ, ചേച്ചി ചെല്ല് എന്നും പറഞ്ഞ് വർഷം ഇങ്ങനെ രേവതിയെ നിർബന്ധിച്ചു. അപ്പോൾ സച്ചേട്ടൻ പോവണ്ടെന്ന് പറഞ്ഞതല്ലേ, അദ്ദേഹത്തിൻ്റെ വാക്ക് ധിക്കരിച്ചാ ഞാൻ പോവില്ല എന്നൊക്കെ രേവതി പറഞ്ഞു. ഇന്നേ വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ രേവതി വർഷയോട് പറയുന്നു. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിൽക്കുക. സച്ചേട്ടൻ പോകണ്ടാത്തടുത്ത് ഞാൻ പോകില്ല എന്ന് രേവതി പറയുമ്പം അപ്പോൾ ചെന്നില്ലെങ്കിൽ ചേച്ചിയുടെ അമ്മയ്ക്കും അനിയനും അത് വിഷമമാവില്ലേ എന്ന് വർഷ ചോദിക്കുക. അവർക്ക് വിഷമമൊക്കെ ആകും. അമ്മയും അനിയനും എന്നെ വിളിച്ചായിരുന്നു, ഞാൻ ചെന്നില്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യില്ല, ഫംഗ്ഷന് നിൽക്കാതെ വീട്ടിൽ നിന്ന് പോകുമെന്നൊക്കെ അവൻ പറഞ്ഞതെന്ന കാര്യമൊക്കെ രേവതി ഇങ്ങനെ വർഷയോട് പറയുമ്പോൾ അവനങ്ങനെ പറഞ്ഞില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ചേച്ചി എന്ന് വർഷ അന്നേരം പറയുക. സച്ചേട്ടനോട് മാത്രമല്ലേ അവന് ദേഷ്യമുള്ളൂ, പിന്നെ ചേച്ചിയെന്ന് വെച്ചാൽ അവന് ജീവനല്ലേ എന്നൊക്കെ വർഷ ഇങ്ങനെ ചോദിക്കുമ്പം അതേന്ന് രേവതിയും പറഞ്ഞു. ചേച്ചി ചെന്നില്ലെങ്കിൽ അവിടെ ഫംഗ്ഷൻ നടക്കില്ല ചേച്ചി എന്നും പറഞ്ഞ് രേവതിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദേവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും കിട്ടുന്ന പറയുമ്പോൾ ചന്ദ്രൻ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തലയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. അച്ഛനില്ലാത്ത വീടല്ലേ ചേച്ചി അത്, അപ്പോൾ ചേച്ചിയല്ലേ അവരുടെ എല്ലാം, അപ്പോൾ ചേച്ചിയും കൂടെ പോകാതിരുന്ന എങ്ങനെയാണ് ശരിയാകുന്നതെന്നൊക്കെ ചോദിച്ചു വർഷം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോഴത്തേക്കും ചന്ദ്രൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞ് അവിടെ നിൽക്കുക. അപ്പോൾ ഇതിന് സച്ചേട്ടൻ വഴക്ക് പറയുന്ന ഓർത്ത് പേടിച്ചിട്ടാണോ ചേച്ചി പോവാത്തെ? അതുമാത്രമല്ല വർഷം അദ്ദേഹം പറഞ്ഞത് കേൾക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുമ്പം എൻ്റെ പൊന്ന് ചേച്ചി സച്ചേട്ടൻ അത് സീരിയസ് ആയിട്ട് പറഞ്ഞതൊന്നും ആയിരിക്കത്തില്ല എന്നും ചേച്ചിയുടെ അനിയനോടുള്ള ദേഷ്യം കൊണ്ട് പോവണ്ടെന്ന് പറഞ്ഞതായിരിക്കുമെന്നും അത്രേ ഉള്ളൂന്നേ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് പറഞ്ഞു കൊടുക്കുക.
അപ്പോൾ ചന്ദ്രൻ നിന്നിങ്ങനെ ആലോചിക്കുക എന്തൊപ്പിക്കണമെന്ന്. ചേച്ചി ഫംഗ്ഷന് പോയാൽ സച്ചേട്ടൻ ചേച്ചി ഒന്നും പറയാനൊന്നും പോകുന്നില്ലെന്നേ. അദ്ദേഹത്തിൻ്റെ വാക്ക് ധിക്കരിച്ചിട്ട് പോകുവാണെന്നൊന്നും ചേച്ചി കരുതണ്ട. വേറെ എവിടെയെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയാലാ പ്രശ്നം. ഇത് സ്വന്തം വീട്ടിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ വർഷ ചോദിക്കണു. അവരുടെ എല്ലാമാണ് ചേച്ചി എന്ന് സച്ചേട്ടൻ അറിയില്ലേ. ചേച്ചി ചെല്ലുന്നൊക്കെ വർഷ പറയുമ്പം ശരിയൊക്കെ തന്നെ നീ പറയുന്ന വർഷേ, പക്ഷേ എന്നാലും എനിക്കൊരു പേടിയാണെന്ന് പറയുമ്പോൾ ചേച്ചി ഈ ഫംഗ്ഷന് പോയില്ലെങ്കിൽ ശരത്തിന് ഭയങ്കര വിഷമാവില്ലേ? അവനത് സഹിക്കാൻ പറ്റുമോ ചേച്ചി? നോക്ക്, പിന്നെ അവൻ ഈ ജന്മം ചേച്ചിയോട് മിണ്ടിയെന്ന് പോലും വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞു ചന്ദ്രമതി തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും. അവൻ്റെ വഴിക്ക് പോകും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാവെന്നൊക്കെ പറഞ്ഞു രേവതി ഇതും പറഞ്ഞു പേടിപ്പിക്കുക വർഷ. ധർമ്മസങ്കടത്തിലായി രേവതി. ചേച്ചി എന്തിനാ വെറുതെ കൂടപ്പറപ്പിനെയും അമ്മയൊക്കെ സങ്കടപ്പെടുത്തുന്നത്? ചേച്ചി പോയിട്ട് വാ ചേച്ചി ചെല്ലുക എന്നും പറഞ്ഞുകൊണ്ട് വർഷ നിർബന്ധിച്ച് രേവതിയെ പോകാൻ പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് വർഷ അവിടെ നിന്ന് പോയി. രേവതി ആലോചിച്ച് അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് നോക്കുമ്പോൾ രേവതി സ്കൂട്ടർ എടുത്ത് ഇറങ്ങിപ്പോയി. ചന്ദ്രമതി ഇതവൻ അറിഞ്ഞാൽ അവൻ പഴയ സച്ചി ആകുമെന്നും ഓരോ യുദ്ധം എന്തായാലും ഉറപ്പാണെന്നും ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും. അവളുടെ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരുമെന്നൊക്കെ ചന്ദ്ര പറയുന്നു. ഇവിടെ കയറ്റില്ല പിന്നെ അവളെ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നിന്ന് അങ്ങനെ സ്വപ്നം കാണുക. ചന്ദ്ര എന്നിട്ട് എന്നാ ചെയ്തു, ഫോൺ എടുത്ത് സച്ചിയെ വിളിക്കാനായിട്ട് ഒരുങ്ങും കേട്ടോ. ഈ സമയത്ത് അവിടെ എല്ലാവരും ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ഇവിടെ വീട്ടിലെല്ലാവരും കൂടി നിൽക്കും. അപ്പോൾ ചേച്ചിയുടെ ഒപ്പം ചേച്ചി വന്നില്ലെങ്കിൽ ഇന്ന് ഇവിടെ ഈ ഫംഗ്ഷൻ നടക്കില്ല, ചേച്ചി ഇവിടെ വരില്ലെന്ന് എനിക്ക് ഉറപ്പാണെന്ന് ശരത്ത് പറഞ്ഞു. അപ്പോൾ രേവതി വരുമെന്ന് അമ്മ. ഇല്ല ചേച്ചി വരില്ല, അദ്ദേഹം വരണ്ടാന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ചേച്ചിയെ വിടാത്തത് എന്ന് ശരത്ത് പറയുമ്പം ദേവും അമ്മയും ഇങ്ങനെ ആകെ തർപ്പസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ ചേച്ചി വന്നില്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കില്ല, ഞാൻ കേക്ക് കട്ട് ചെയ്യില്ല, ഞാനിപ്പോൾ പോകും എന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് നിൽക്കുമ്പോൾ എടാ നീ ഒന്ന് ക്ഷമിക്കടാ, അവളിപ്പോൾ വരുമെന്ന് പറഞ്ഞു അമ്മ. സച്ചേട്ടൻ വരരുതെന്ന് പറഞ്ഞാൽ ചേച്ചി ഇവിടേക്ക് വരില്ല അമ്മ എന്ന് ദേവു അന്നേരം ലക്ഷ്മി അമ്മയോട് പറയുക കേട്ടോ. അങ്ങനെ ഇവരതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് കയറി വന്നു. രേവതിയെ കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ഒരുപാട് സന്തോഷമായി. മോളേന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ചേച്ചി വരില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയൻ്റെ പിറന്നാൾ ആഘോഷത്തിന് ചേച്ചി വരാതിരിക്കോടാ എന്ന് രേവതി ചോദിക്കാം. അദ്ദേഹം പോകണ്ടെന്ന് പറഞ്ഞിട്ടും ചേച്ചി വന്നല്ലോ, സന്തോഷമായി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും. ഇനി ഇതിൻ്റെ പുറകെ വലിയ ഭൂകമ്പം പൊട്ടി പുറപ്പെടുക രേവതിക്ക് അറിയാം. രേവതിയുടെ മുഖം അല്ലാതിരിക്കുമ്പോൾ എന്ത് പറ്റി മോളെ നിന്റെ മുഖം അല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു അമ്മ. ഒന്നുമില്ല അമ്മയെന്ന് രേവതി പറഞ്ഞു. അവൻ അറിയാതെ നീ വന്നതല്ലേ എന്ന് ചോദിച്ചു അമ്മ. ഇതൊക്കെ ഇപ്പോഴാണോ പറയേണ്ടത് അമ്മേ എന്ന് രേവതി അന്നേരം ചോദിക്കുവാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും സങ്കടമായി. ഇപ്പം നമ്മുടെ ശരത്തിൻ്റെ സന്തോഷമല്ലേ മുഖ്യം എന്ന് ചോദിക്കാം. പിന്നെ ഫംഗ്ഷൻ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അതേ നമ്മുടെ സച്ചി പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വരുന്നു. രേവതിയെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക. അപ്പോഴേക്കും അമ്മ ഓടി വന്നു. എടാ അവളെ എത്ര വിളിച്ചു പോയാലും അവൾ വരത്തില്ല, അവളിവിടെ ഉണ്ടെങ്കിലല്ലേ വരവുള്ളൂ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ രേവതി ഇവിടെ ഇല്ലേ എന്ന് സച്ചി ചോദിച്ചു. ഇപ്പോൾ ചന്ദ്രമതി ഒരു പുച്ഛഭാവത്തോടെ നിൽക്കുക. പൂവിക്കാൻ പോയി കാണുമല്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് സച്ചി വിളിക്കാൻ തുടങ്ങുമ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവൾ എങ്ങനെ എടുക്കാനാടാ, അവളുടെ അനിയൻ്റെ പിറന്നാൾ ആഘോഷത്തിന് പോയിരിക്കുകയല്ലേ, അവിടെ ആട്ടവും പാട്ടും ഒക്കെ കാണുമെന്നും അതിനിടയിൽ നിന്റെ ഫോൺ എടുക്കാൻ എവിടെയാടാ സമയം എന്ന് ചന്ദ്ര ചോദിക്കുക. അവൾ ബർത്ത്ഡേ ഫംഗ്ഷന് പോവില്ല എന്ന് പറഞ്ഞു സച്ചി. ഞാൻ അവളോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നും പറഞ്ഞു. അവളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ നിനക്ക് ഉറക്കം വരില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവൾ ഈ വീട്ടിൽ വരുന്നതിന് മുന്നേ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ലല്ലോ, ഒന്ന് പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പറയുന്നു. സച്ചിക്ക് നേരത്തേക്കും ദേഷ്യം വരിക. എന്തൊരു മണ്ടനാടാ നീ എന്ന് ചോദിക്കും. ദേഷ്യം ഓരോന്ന് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു ചന്ദ്രയോട് സച്ചി. അവൾ ഫംഗ്ഷന് പോവില്ല എന്നുള്ള എന്നോട് പറഞ്ഞതാ, അവൾ പൂവിക്കാൻ പോയതാണെന്ന് സച്ചി പറയുമ്പോൾ എടാ നിന്നെ അവൾക്ക് ഒരു വിലയും ഇല്ല, വിലയുണ്ടെങ്കിൽ നീ പറയുന്നത് കേൾക്കാതെ അവൾ പോകുമോ എന്ന് ചന്ദ്ര ചോദിക്കുക. അവളെ പൂ വിൽക്കാനൊന്നും അല്ല പോയിരിക്കുന്നത്, അവളുടെ അനിയൻ്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കാൻ അവളുടെ വീട്ടിൽ പോയതാ. എൻ്റെ ഭാര്യ എനിക്കറിയാം, ഞാൻ പറഞ്ഞ് അനുസരിക്കാത്തവളൊന്നും അല്ല അവളെന്നൊക്കെ പറഞ്ഞ് അവൾ ഫംഗ്ഷന് പോവില്ല, പൂവിക്കാൻ വേണ്ടി തന്നെയാണ് പോയതെന്ന് പറഞ്ഞു സച്ചി. വണ്ടി ഓടിക്കായിരിക്കും, അതായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് പറയുമ്പോൾ എടാ മണ്ടാ, അവൾ പൂ വിൽക്കാനല്ലടാ പോയത്, നിന്റെ ചെവിയിൽ പൂ വെച്ചിട്ടേ അവളുടെ വീട്ടിൽ പോയതാണെന്ന് പറയുമ്പം അവൾ പോവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചു ചന്ദ്രയോട് ഒച്ച വെച്ചു സച്ചി. എടാ നീ എന്നോട് എന്തിനാടാ ചുമ്മാ ഒച്ച വയ്ക്കുന്നേ, ഞാൻ പറഞ്ഞത് സത്യമാടാന്നൊക്കെ പറഞ്ഞു. നിനക്ക് വിശ്വാസമായില്ലെങ്കിലേ നീ ചെന്ന് അവളുടെ വീട്ടിൽ പോയി നോക്കടാന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് എരിവ് കയറ്റി വിടുക. അപ്പം നിനക്ക് മനസ്സിലാവും നിൻ്റെ പുന്നാര ഭാര്യ നിന്നെ വില വയ്ക്കുന്നവളാണോ അല്ലയോ എന്നുള്ളത്. അപ്പം നിനക്കെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാകൂടാന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി സച്ചിയുടെ മനസ്സിൽ വിഷം കുത്തി വെച്ചിട്ട് സച്ചി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ചന്ദ്ര എന്നിട്ട് ഇന്നിവിടെ ഭൂകമ്പം നടക്കുമെന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. സച്ചി അന്നേരം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. സച്ചി പോകുന്നത് ചിരിച്ച് അട്ടഹസിച്ച് നോക്കി നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.